ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. ലൂക്കായുടെ സുവിശേഷം അധ്യായം 20 വായന. യേശുവിൻ്റെ അധികാരം. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്തു വന്നു. 2 അവർ അവനോട് പറഞ്ഞു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. 3 അവൻ മറുപടി പറഞ്ഞു, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ. 4 യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 5 അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. 6 മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 7 അതിനാൽ അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 8 അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. 2ാമത്തെ സബ് ഹെഡിങ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. 9 അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. 10 സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 11 അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 12 അവൻ മൂന്നാമതൊരുവനെ അയച്ചു. അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. 13 അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. 14 പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. 15 അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? 16 അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. 17 യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? 18 ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും, അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. 19 തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. 3ാമത്തെ സബ് ഹെഡിങ് സീസറിനെ നികുതി കൊടുക്കണമോ? 20 അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. 21 അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. 22 ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ?
23 അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു. 24 നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേതെന്ന് അവർ പറഞ്ഞു. 25 അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 26 ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. 4ാമത്തെ സബ് ഹെഡിങ് പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. 27 പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ അവനെ സമീപിച്ച് ചോദിച്ചു. 28 ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. 29 ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. 30 അനന്തരം രണ്ടാമനും. 31 പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. 32 അവസാനം ആ സ്ത്രീയും മരിച്ചു. 33 പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നുവല്ലോ. 34 യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. 35 എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. 36 പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. 37 മോശ പോലും മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസ്ഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവ ഉയർക്കുമെന്ന് കാണിച്ച് തന്നിട്ടുണ്ട്. 38 അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. 39 നിയമജ്ഞരിൽ ചിലർ ഗുരു, നീ ശരിയായി സംസാരിക്കുന്നുവെന്ന് പറഞ്ഞു. 40 അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല. 5ാമത്തെ സബ് ഹെഡിങ് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. 41 അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ആണെന്ന് പറയാൻ എങ്ങനെ കഴിയും? 42 ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. 43 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. 44 ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? ലാസ്റ്റ് സബ് ഹെഡിങ് നിയമജ്ഞരുടെ കപട ജീവിതം. 45 സകല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു. 46 നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു. 47 അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ഇനി അടുത്തതായി അതിലെ ചോദ്യോത്തരങ്ങൾ ആണ്. ചോദ്യം 1 യേശു എവിടെയാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം ദേവാലയത്തിൽ. 2 യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അടുത്തു വന്നത് ആരെല്ലാം? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 3 എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചത് ആർ? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 4 എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്?
അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്നതിന് യേശുവിൻ്റെ മറുചോദ്യം എന്ത്? ഉത്തരം: ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ. 5. 4-ാം വാക്യപ്രകാരം യേശുവിൻ്റെ ചോദ്യം എന്ത്? ഉത്തരം: യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 6. സ്വർഗത്തിൽ നിന്ന് എന്ന് ഉത്തരം പറഞ്ഞ യേശു എന്ത് ചോദിക്കുമെന്നാണ് 5-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം: പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന്. 7. 6-ാം വാക്യപ്രകാരം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞ ജനങ്ങളെല്ലാം ഡാഷ് ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം: നമ്മെ കല്ലെറിയും. 8. എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം യേശുവിനെ കല്ലെറിയുമെന്ന് പറയുന്നത്? ഉത്തരം: യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 9. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് എന്ന് യഹൂദരുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം: എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന്. 10. എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നതിന് യേശു എന്ത് പ്രത്യുത്തരമാണ് നൽകിയത്? ഉത്തരം: എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. 11. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ജനങ്ങളോട്. 12. ആരാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്? ഉത്തരം: ഒരു മനുഷ്യൻ. 13. മുന്തിരിത്തോട്ടം ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: കൃഷിക്കാരെ. 14. മുന്തിരിത്തോട്ടം എത്ര നാളത്തേക്ക് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ പോയത്? ഉത്തരം: ദീർഘനാളത്തേക്ക്. 15. എപ്പോഴാണ് മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കാൻ ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം: സമയമായപ്പോൾ. 16. കൃഷിക്കാർ ഭൃത്യനെ 10-ാം വാക്യപ്രകാരം എന്തു ചെയ്തു? ഉത്തരം: ഭൃത്യനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 17. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ രണ്ടാമതായി അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? ഉത്തരം: അവനെ അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 18. മൂന്നാമതയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? ഉത്തരം: അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. 19. 20-ാം അധ്യായം 13-ാം വാക്യപ്രകാരം മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരെ അയക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: പ്രിയപുത്രനെ. 20. തൻ്റെ പ്രിയപുത്രനെ അയക്കുന്നത് ഉടമസ്ഥൻ എന്ത് ചിന്തിച്ചാണ്? ഉത്തരം: അവർ അവനെ മാനിച്ചേക്കും എന്ന് കരുതി. 21. പ്രിയപുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ 14-ാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. 22. കൃഷിക്കാർ പ്രിയപുത്രനെ എന്തു ചെയ്തു? ഉത്തരം: അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 23. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ 16-ാം വാക്യപ്രകാരം എന്തു ചെയ്യും? ഉത്തരം: ഉടമസ്ഥൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. 24. എന്താണ് മൂലക്കല്ലായി തീരുന്നത്? ഉത്തരം: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്. 25. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് എഴുതപ്പെട്ട പഴയ നിയമ ഭാഗം ഏത്? ഉത്തരം: സങ്കീർത്തനങ്ങൾ 118 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 26. മൂലക്കല്ലിന്മേൽ നിബദിക്കുന്നവന് എന്ത് സംഭവിക്കും? ഉത്തരം: അവൻ തകരും. 27. മൂലക്കല്ല് ആരുടെ മേൽ പതിച്ചാലും പതിച്ചവനെന്ത് സംഭവിക്കും? ഉത്തരം: അവനെ അത് ധൂളിയാക്കും. 28. ആ കല്ലിന്മേൽ നിബദിക്കുന്ന ഏതൊരുവനും തകരും, അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ഇതിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം: യേശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 29. മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും
എന്ന ഉപമ എതിരായാണ് പറഞ്ഞത്? ഉത്തരം നിയമജ്ഞർക്കും പ്രധാന പുരോഹിതർക്കും. 30. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും തങ്ങൾക്കെതിരായിട്ടാണ് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരൻ്റെയും ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ എന്തു ചെയ്യാൻ ശ്രമിച്ചു? ഉത്തരം യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ. 31. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാതിരിക്കാൻ കാരണമെന്ത്? ഉത്തരം ജനങ്ങളെ ഭയപ്പെട്ടതിനാൽ. 32. യേശുവിനെ വാക്കിൽ കുടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആരെയാണ് അയച്ചത്? ഉത്തരം നീതിമാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 33. യേശുവിനെ എന്തിനാണ് വാക്കിൽ കുടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ശ്രമിച്ചത്? ഉത്തരം അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ച് കൊടുക്കാൻ. 34. ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അധ്യായവും വാക്യവും ഉദ്ധരിക്കുക. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. 35. ഞങ്ങൾ സീസറിന് നീതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആർ? ഉത്തരം നീതിമാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 36. ചാരന്മാരുടെ കൗശലം മനസ്സിലാക്കിയ യേശു അവരോട് എന്ത് കാണിക്കാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ഒരു ധനാറ കാണിക്കുവാൻ. 37. ധനാറയിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് എഴുതിയിരിക്കുന്നത് എന്ന് യേശു ചോദിച്ചതിന് അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം സീസറിൻ്റേത് എന്ന്. 38. സീസറിനുള്ളത് ഡാഷിനും ദൈവത്തിനുള്ളത് ഡാഷിനും കൊടുക്കുക, പൂരിപ്പിക്കുക. ഉത്തരം 1 സീസറിനും 2 ദൈവത്തിനും. 39. പുനരുത്ഥാനം നിഷേധിക്കുന്നവർ ആരാണെന്നാണ് 20-ാം അധ്യായം 27-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം സദുക്കായർ. 40. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് സന്താനത്തെ ഉൽപ്പാദിക്കാമെന്ന് കൽപ്പിച്ചത് ആർ? ഉത്തരം മോശ. 41. സദുക്കായർ പുനരുത്ഥാനത്തെക്കുറിച്ച് യേശുവിനോട് വാദിക്കാൻ എത്ര സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത്? ഉത്തരം 7 സഹോദരന്മാരുടെ. 42. ഒന്നാമത്തെ സഹോദരൻ വിവാഹം ചെയ്ത സ്ത്രീ ആരുടെയെല്ലാം ഭാര്യയായി തീർന്നു? ഉത്തരം 7 പേരുടെയും. 43. ഒന്നാമത്തെ സഹോദരൻ വിവാഹം ചെയ്ത സ്ത്രീ 7 പേരുടെയും ഭാര്യയായി തീരാൻ കാരണമെന്ത്? ഉത്തരം സഹോദരൻ സന്താനമില്ലാതെ മരിച്ചതിനാൽ. 44. ആരാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്? ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ. 45. വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യാത്തത് ആരാണ്? ഉത്തരം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. 46. ഡാഷിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ഡാഷിന് തുല്യരും ദൈവമക്കളുമാണ്. പൂരിപ്പിക്കുക. ഉത്തരം 1 പുനരുത്ഥാനത്തിൻ്റെ, 2 ദൈവദൂതന്മാർക്ക്. 47. മോശ പോലും മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ എപ്രകാരമാണ് വിളിച്ചത്? ഉത്തരം അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും. 48. അവിടുന്ന് മരിച്ചവരുടെയല്ല ഡാഷിൻ്റെ ദൈവമാണ്. ഉത്തരം ജീവിക്കുന്നവരുടെ. 49. എവിടെ വെച്ചാണ് മോശ കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ച ഉയർക്കുമെന്നും കാണിച്ചു തന്നത്? ഉത്തരം മുൾപടർപ്പിങ്കൽ വെച്ച്. 50. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 37-ാം വാക്യപ്രകാരം പ്രതിപാദിക്കുന്ന 3 വ്യക്തികൾ ആരെല്ലാം? ഉത്തരം അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. 51. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നെന്ന് യേശുവിനോട് പറഞ്ഞത് ആർ? ഉത്തരം നിയമജ്ഞരിൽ ചിലർ. 52. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 41-ാം വാക്യപ്രകാരം ക്രിസ്തു ആരുടെ പുത്രൻ ആണ്? ഉത്തരം ദാവീദിൻ്റെ പുത്രൻ. 53. ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് എന്താണ്?
ഉത്തരം: കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. 54. ദാവീദാരെയാണ് കർത്താവെന്ന് വിളിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ. 55. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അധ്യായവും വാക്യവും ഉദ്ധരിക്കുക. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 43-ാം വാക്യം. 56. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ശിഷ്യരോട്. 57. നിയമജ്ഞർ എന്ത് ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? ഉത്തരം: നീണ്ട മേലങ്കികൾ. 58. പൊതുസ്ഥലങ്ങളിൽ നിയമജ്ഞർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം: അഭിവാദനങ്ങൾ. 59. നിയമജ്ഞർ സിനഗോഗുകളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം: പ്രമുഖ സ്ഥാനങ്ങൾ. 60. വിരുന്നുകളിൽ എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം: അഗ്രാസനങ്ങൾ. 61. നിയമജ്ഞർ വിധവകളുടെ ഭവനങ്ങൾ ഡാഷ് ദീർഘമായി ഡാഷ് നടിക്കുകയും ചെയ്യുന്നു, പൂരിപ്പിക്കുക. ഉത്തരം: വിഴുങ്ങുകയും. 2. പ്രാർത്ഥിക്കുന്നതായി. 62. ആർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുമെന്നാണ് 47-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം: നിയമജ്ഞർക്ക്. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.